ഇപ്പോൾ നടക്കുന്ന പാർട്ടികളുടെ സമരത്തിന് പിന്നിൽ രാജ്യദ്രോഹ വിഘടനവാദ സംഘടനകളും അതിന്റെ എലിമെന്റ്സും ഉണ്ട് എന്ന് തുടക്കം മുതൽ തന്നെ സംശയം ഉയർന്നിരുന്നു. ഇപ്പോൾ അത് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു, പബ്ലിക് ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന സമരത്തിനിടയിൽ ഈ സമരത്തിന്റെ ഒരു നേതാവ് വിളിച്ചു പറഞ്ഞത് ഇന്ത്യൻ പാർലമെന്റ് കത്തിക്കുമെന്നും ഇത് നേപ്പാളാക്കി മാറ്റുമെന്നുമാണ്. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ആഹ്വാനം. അതിനിടയിൽ നാഷണൽ കോൺഫറൻസിന്റെ MP കാശ്മീരിൽ നിന്നെത്തിയ അഗാ സൈദർ റുഹള്ള എന്ന് പറയുന്ന MP ഈ സമരവേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചത് ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളുടെ പിന്തുണ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു നേതാവ് പറഞ്ഞു ഉമർ ഖാലിദിനെ നിരുപാധികം വിട്ടയക്കണം എന്നുള്ള ഒരു ഡിമാൻഡാണ് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഈ ജയിലിൽ കിടക്കുന്ന ഭീകരന്മാരെയും വിഘടനവാദികളെയും ഒക്കെ വിട്ടയക്കണം, കാശ്മീരിലെ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരണം. അതായത് വിഘടനവാദികൾ എല്ലാം കൂടി ഒത്തുകൂടിയ ഒരു ഇടമെന്നാണ് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അത് മറനീക്കി പുറത്തു വരുന്നു. ഒരുപക്ഷെ BJPയുടെ ആവശ്യവും ഇത് തന്നെ ആയിരിക്കാം. കാരണം ഇവരെ തുറന്നു കാട്ടുക എന്നുള്ളതാണ്. കാരണം അവർ തന്നെയാണ് ഇത് പറയുന്നത്. കാരണം പുറത്തുനിന്നുള്ളവരല്ല പറയുന്നത്, ഇതിന്റെ നേതാക്കൾ തന്നെയാണ് പറയുന്നത് ജയിലിൽ കിടക്കുന്ന ഞങ്ങളുടെ ഭീകരന്മാരെ തുറന്നുവിടണം, ഒപ്പം തന്നെ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരണം, ഇനി അടുത്ത വരാനുള്ളത് പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. ഏതായാലും അത്തരത്തിൽ തന്നെയാണ് ഇതിന്റെ ഓരോ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഏതായാലും ഈ സമരത്തിൽ ഓരോ നിമിഷം കഴിയുന്തോറും ഇതിനകത്തെ രാജ്യദ്രോഹ എലിമെന്റ്സുകൾ തുറന്നു കാണിക്കപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.